സർപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് കീരി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കീരിയും സർപ്പവും കൂടെ യുദ്ധം ചെയ്യുന്നത്? പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ നിത്യ കാഴ്ചയായിരുന്നു. കാരണം കൂടുതൽ വനപ്രദേശങ്ങളൊക്കെ, ചെറിയ ചെറിയ വനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി രണ്ടുപേരുടെ ഭയങ്കര യുദ്ധമാണ്. പാമ്പ് അങ്ങനെ ആഞ്ഞു കൊത്തും, കീരി അതിൻ്റെ മുകളിൽ കൂടെ ചാടും, എന്നിട്ട് വട്ടം കറങ്ങും. അപ്പം ഈ യുദ്ധം നടക്കുമ്പോൾ അനേകം തവണ ഈ പാമ്പ് കീരിയെ കൊത്തും. ഇങ്ങനെ കൊത്തി 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 പല തവണ ഈ കൊത്ത് കിട്ടി കഴിയുമ്പോൾ കീരി അവിടെ നിന്ന് മുങ്ങും. അപ്പോൾ പാമ്പ് വിചാരിക്കും കീരി തോറ്റുപോയതാണോ, യുദ്ധം തോറ്റുപോണതാണോ? അല്ല, അവൻ കണ്ടുവച്ചിട്ടുണ്ട് ഇത്രയും വിഷം അവൻ്റെ ശരീരത്ത് കടന്നത് ഒഴിവാക്കുവാൻ അവൻ തന്നെ ചില പച്ചിലകൾ കണ്ടുവച്ചിട്ടുണ്ട്. അവനറിയാം അതുള്ള സ്ഥലത്തേക്കാണ് ഈ ഓടുന്നത്. അവിടെ പോയി ഇല കഴിക്കും, കടിച്ചു തിന്നും. എന്നിട്ട് ആ ഇലയുടെ പുറത്ത് കിടന്ന് ഉരുളും. അപ്പം അത് ചതഞ്ഞിട്ട് ആ നീരൊക്കെ അതിൻ്റെ ദേഹത്ത് പറ്റും. എന്നിട്ട് പതിവിൽ കൂടുതൽ പൂർവാധികം ശക്തി ആർജിച്ച് വീണ്ടും തിരികെ വരും ഈ പാമ്പിനോട് യുദ്ധം ചെയ്യാൻ. വളരെ വേഗമായി നടക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കുകയില്ല. അതുപോലെ ഈ ഒരാഴ്ച കാലം ഈ മായാലോകത്തിൽ ജീവിതം ചെയ്ത നിങ്ങളിലേക്ക് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിരിക്കുന്ന മായാബന്ധങ്ങൾ, മാലിന്യങ്ങൾ പരിപൂർണമായും കഴുകി പുത്തൻ ഉണർവോടുകൂടി പുതിയ ജീവിതം ചെയ്യുവാൻ ദൈവം ഒരുക്കി വെച്ച വേദിയാണ് ഈ ആരാധന. പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? കീരിയിലേക്കും വിഷമേൽക്കുന്നുണ്ട്. സർപ്പത്തിന് കൊടും വിഷമാണ്. അത് ഒഴിവാക്കുന്ന എന്ത് തിന്നിട്ടാണ്? ഔഷധ സസ്യത്തിൻ്റെ ഇല ഭക്ഷിച്ചിട്ടാണ്. അതിനറിയാം. എന്നതുപോലെ നമ്മളിലേക്ക് ബാധിച്ചിരിക്കുന്ന ഈ മാലിന്യങ്ങളെ, അജ്ഞാനങ്ങളെ, കളങ്കങ്ങളെ അറിഞ്ഞുമറിയാതെയും പലതും നമ്മളിൽ ബാധിക്കും. ഇങ്ങനെയൊക്കെ അനേകം കാര്യങ്ങൾ ലോകത്തിലുണ്ട്. മായാലോകമാണ്. ഈ മായാലോകത്തിലെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കേടുപാടുകളൊക്കെ ഒഴിക്കുവാൻ എന്താണ് ഇവിടെ നടത്തുന്നത്? ജ്ഞാനമാകുന്ന തടാകം ഒരുക്കി വെച്ച് അതിൽ നിങ്ങളെ കുളിപ്പിച്ചെടുക്കുകയാണ്. ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. സൂക്ഷ്മമായി നിൽക്കുന്ന മാലിന്യങ്ങളെ, മനോമാലിന്യങ്ങളെ, അന്ധകാരങ്ങളെ ഒഴിവാക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനാഭിഷേകം. ആ ജ്ഞാനാഭിഷേകം ചെയ്യുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. അതാരാണ്? സൂക്ഷ്മ ജ്ഞാന സമ്പൂർണ്ണ സ്വരൂപനാകുന്ന പരമഗുരു.